കേരളത്തിലെ ആരാധകരുള്ള ഒരാളാണ് ടർക്കിഷ് പ്രസിഡന്റ് ഉർദുഗാൻ. അദ്ദേഹത്തിന് ഇന്നലെ നടന്ന വോട്ടിങ്ങിൽ, അതായത് ഈ ഫെഡറൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട 4 അവരുടെ പ്രധാനപ്പെട്ട സിറ്റികളിൽ, അതായത് സ്റ്റേറ്റ് എന്ന് പറയാം, ഉർദുഗാന്റെ പാർട്ടിയായ AK പാർട്ടി വൻ പരാജയത്തിലോട്ടാണ് പോയത്. അത് ഏകദേശം 20-22 വർഷം ഒരു പരാജയവും നേരിടാതെ മുന്നോട്ട് പോയ ഉർദുഗാൻ ഇപ്രാവശ്യം ഇലക്ഷന് മുമ്പ് പറഞ്ഞത്, ഈ ഇലക്ഷനും കൂടെ ജയിക്കുകയാണെങ്കിൽ ടർക്കിയിൽ പൂർണ്ണമായിട്ടും ഭരണഘടന മാറ്റി ഒട്ടോമാന്റെ രീതിയിലുള്ള ഭരണഘടന തിരിച്ചു കൊണ്ടുവരും. ആലോചിച്ച് നോക്കുക, ഇതാണ് ആ മനുഷ്യൻ. അവിടെയാണ് വമ്പൻ പരാജയം ഇയാൾക്ക് കിട്ടിയത്. ഇതിലാകെ ഷോക്കായിട്ടിരിക്കുകയാണ് ഉർദുഗാൻ. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതേ രീതിയിലുള്ളൊരു വമ്പൻ പരാജയം ഉർദുഗാന്റെ പാർട്ടിക്കും ഉർദുഗാനും കിട്ടുമെന്ന്. അപ്പം അതിനെപ്പറ്റി ഗ്ലോബൽ മീഡിയ ഒക്കെ ഇതിനെപ്പറ്റി ശരിക്കും വാർത്താ വിശകലനം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ ഉർദുഗാനെ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് വൻ ഭൂരിപക്ഷത്തിലാണ് പല 4 സ്റ്റേറ്റുകളിലും തോൽപ്പിച്ചത് ആ പാർട്ടിയെ? ഒന്നാമത് അറിയാവുന്ന സംഭവമാണ്, ടർക്കിയുടെ എക്കോണമി ഏറ്റവും മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 70%. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്ത് ടർക്കി ആയിരിക്കും. കാരണം ഭയങ്കര ചീപ്പായി. അവിടുത്തെ ഹോട്ടലിലൊക്കെ ഇവിടെ 4000-5000 ഉള്ള ഹോട്ടൽ, അതായത് നമ്മുടെ നാട്ടിലെ 4 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടല് 5000-6000 രൂപയുടെ ഹോട്ടല് അവിടെ വെറും 3000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കിട്ടുന്നത്. അതായത് ടാക്സി ആണെങ്കിൽ 4-1 ഉള്ളൂ ഇന്ത്യയുടെ. സാധനങ്ങൾക്ക് വളരെ വില കുറവ്. കാരണം കംപ്ലീറ്റ് എക്കോണമി താറുമാറായി, തൊഴിലില്ലായ്മ കൂടി, പിന്നെ ഭൂമി കുലുക്കം വന്നു, ഒരു ഭാഗം മുഴുവനും തകർന്നു. ആ ടർക്കിയെ മുന്നോട്ട് കയറ്റാനും ലോകത്തിന്റെ നെറുകയിലാക്കുമെന്നൊക്കെ ആയിരുന്നു ഈ പറയുന്ന എർദോഗാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഹീറോ ആയി മാറി. പ്രത്യേകിച്ച് വർഗീയ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഹമാസിന്റെ ആസ്ഥാനം ടർക്കിയിലോട്ട് മാറ്റുവാൻ വേണ്ടി ഉർദുഗാൻ കൊണ്ടുവരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ആലോചിച്ചൊക്കെ ഇസ്ലാമിക വേൾഡിന്റെ താരമാകാൻ വേണ്ടി ഉർദുഗാൻ ശ്രമിക്കുമ്പോഴും ഏറ്റവും വലിയ തമാശ 2023 അതായത് ഇസ്രായേലുമായിട്ട് നടത്തിയ വ്യാപാരം എന്ന് പറയുന്നത് $5.4 ബില്യൺ. പക്ക കച്ചവടക്കാരനാണ് ഇയാൾ. ഇതാണ് ഇയാളെ പറ്റി പണ്ട് മുതലേ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞത്. ഇയാൾ നല്ല കച്ചവടക്കാരനെ ഇസ്ലാമിനെ ഉപയോഗിക്കുന്നു. അയാൾക്ക് ഈ പറയുന്നതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇയാൾ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി പലതും ചെയ്യും. ഇപ്പൊ പുതിയ ഒരു ഒപ്പീനിയൻ വന്നിരിക്കുന്നു. അതായത് ഈ ഇലക്ഷൻ ഇയാൾ ഇങ്ങനെ തോക്കുകയും 2018 മുമ്പ് ഇയാൾ ചെറിയൊരു കോൺഫ്ലിക്റ്റും വാറും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പോയ അദ്ദേഹത്തിന്റെ റേറ്റിംഗും ഈ പോപ്പുലാരിറ്റിയും തിരിച്ചു കിട്ടാൻ, കാരണം ഉർദുഗാൻ ഒത്തിരി ഫാനുകളുള്ള ലോകം മുഴുവൻ ഫാനുകളുണ്ട്. കാരണം ഈ പറയുന്ന ഇസ്ലാമിക് ഫാനുകൾ ശരിക്കുള്ള ഒരു നേതാവാണ്. കാരണം കേരളത്തിൽ ഉർദുഗാന് ശരിക്കും ഫാനുകളുണ്ട്. കാരണം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഫണ്ടിങ് വരെ കൊടുത്തതാണ് ഈ ഉർദുഗാൻ. ഇത് ഞാൻ പറഞ്ഞാൽ ഈ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് തന്നെയാണ്. അപ്പൊ ആ ഉർദുഗാന് കിട്ടിയ അടി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയും വരാനുള്ള നേതാവ്, അതായത് ഇപ്രാവശ്യം ഇലക്ഷന് ജയിച്ച നേതാക്കള് അവരൊരു കൺസോളിഡേറ്റഡ് ഗ്രൂപ്പായിട്ട് മാറുകയും 2018 ഈ പറയുന്ന ഉർദുഗാൻ തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ടർക്കിയുടെ ചരിത്രത്തിൽ വൻ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ടർക്കി എന്ന് പറയുന്നത് വളരെ സമാധാനമുള്ള രാജ്യമായിരുന്നു. അതുമല്ല, ടർക്കിയിലെ പൊളിറ്റിക്കൽ ടർമോയിൽ പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഉർദുഗാനെതിരെ ഇങ്ങനൊരു സംഭവം, ജനകീയ സംഭവം ഇലക്ഷനിൽ കൂടെ പ്രതിഫലിച്ച സ്ഥിതിക്ക് ഏത് സമയത്തും അവിടെ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ടർക്കിയുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള ദിവസം പോകാൻ വേണ്ടി ഉർദുഗാൻ പാടുപെടേണ്ടി വരും. ഈ പറയുന്ന
രാജ്യങ്ങളെല്ലാം ടർക്കിക്കും ഉർദുവാനും സപ്പോർട്ട് ചെയ്തത് കണ്ടിന്യൂ ആയിട്ട് അയാൾ ഇലക്ഷനിൽ ജയിക്കുന്നു. അതിന്റെ പേരിലാണ് ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിലും വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഉർദുവാനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ തോറ്റു. അതുമല്ല, അവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിയിലോട്ട് ടർക്കിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, അവിടെയുള്ള സൈന്യം തന്നെ ഉർദുവാനെ മറിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ 7 വർഷം മുമ്പ്. വീണ്ടും ഇതേപോലുള്ള സാഹചര്യം അവിടെ ഉരുത്തിരിയുകയാണെങ്കിൽ മിക്കവാറും ഉർദുവാൻ ഔട്ടായി പോകും. കാരണം അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി പെട്ടെന്നുണ്ടാകുകയും പെട്ടെന്ന് തീരുകയും അവിടെ ഭരിക്കുന്നവർ പുറത്താകുകയും ചെയ്യുന്ന പാരമ്പര്യം പണ്ട് മുതലേ ടർക്കിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലാണ് ഉർദുഗാൻ ഈ വൻ തോൽവി വന്നിരിക്കുന്നത്. ഈ തോൽവിയോടുകൂടി ഉർദുഗാൻ പഠിക്കുന്നൊരു പാഠമുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് ബേസ് ഇതൊന്നും പെർമനന്റ് അല്ല. ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ എലക്ഷന് തോൽക്കുക മാത്രമല്ല, ഉർദുഗാന്റെ രാഷ്ട്രീയം തന്നെ ഇല്ലാതായി പോകും. അതാണ് ഈ എലക്ഷൻ റിസൾട്ടോടുകൂടി ടർക്കി ലോകത്തെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം.